കോളേജിന്റെ സംരക്ഷണ ഭിത്തി നാട്ടുകാർക്ക് ഭീഷണിയാവുന്നു. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിൽ സംരക്ഷണ ഭിത്തി നിലനിൽക്കുമ്പോഴും ജലവിഭവ വകുപ്പ് മന്ത്രിയുടെയും എംപിയുടെയും ഓഫീസ് ഉൾപ്പെടെ നിശബ്ദതയിലാണ്. ഇടുക്കി ജില്ലാ ആസ്ഥാനം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്നായി നിൽക്കുന്നത് ഈ സംരക്ഷണ ഭിത്തിയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏതു നിമിഷവും തകർന്നു വീഴുന്ന സ്ഥിതിയിൽ തന്നെയാണ് ഈ കൽക്കെട്ട് തുടരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ചതാണ് ഈ സംരക്ഷണ ഭിത്തി. അതായത് ഇടുക്കി മെഡിക്കൽ കോളേജ് ജന്മം കൊള്ളുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്. കാട്ടുമരങ്ങൾ പടർന്നു കയറിയതോടുകൂടി അതിൻ്റെ വേരുകൾ ഇറങ്ങി ഭിത്തി മുന്നോട്ട് തള്ളി. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസും മറ്റു വാഹനങ്ങളും രോഗികളും എല്ലാം ഇതുവഴിയാണ് കടന്നു പോകുന്നത്. 2018 ഉൾപ്പെടെയുള്ള പ്രളയങ്ങൾ അതിജീവിച്ച നാട് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ആശങ്കയും ഇതുതന്നെ. എന്നാൽ മന്ത്രിയുടെയും എംപിയുടെയും ഓഫീസുകൾ മെഡിക്കൽ കോളേജിൽ നിന്നും കേവലം 1.5 കിലോമീറ്റർ ദൂരത്തിലാണെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇരുവരും ശ്രമിക്കുന്നില്ല. നിയമത്തെ മറികടന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കരാറുകാരൻ നിയമങ്ങൾ തെറ്റിച്ച് നിർമ്മിച്ചതാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് കാരണം. ഇതേത് സമയത്തും ഇടിയുന്ന അവസ്ഥയിലാണ്. കെട്ടിടം ഇടിഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്കും ഇവിടെ ഇരിക്കുന്ന കൂട്ടിരിപ്പുകാർക്കും കെട്ടിടത്തിനും എല്ലാം ഭീഷണിയാണ്. ഈ കെട്ടിടത്തിന് ചുറ്റിലും ചെറിയ ചെറിയ മരങ്ങൾ ഈ കെട്ടയിൽ കൂടി വളർന്നു നിൽക്കുവാണ്. അത് ഈ കെട്ടിന് അപകടമാണ്. അത് വെട്ടിമാറ്റാനോ അത് നശിപ്പിക്കാനോ ഒന്നും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. കെട്ടിടങ്ങളുടെ ഉദ്ഘാടനങ്ങൾ, HMC മീറ്റിംഗുകൾ, പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ, ആശുപത്രിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികം തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇതുവഴി കടന്നു പോകാറുള്ളൂ. എന്നാൽ സദാസമയവും ഇതുവഴി കടന്നു പോകുന്നത് സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തുന്ന കാര്യത്തിൽ ആരും വേണ്ട വിധത്തിൽ ശ്രദ്ധ ചെലുത്താത്തതെന്ന ആരോപണവും ശക്തമാണ്. സിറ്റി വിഷൻ, ഇടുക്കി.